ഇന്ന് നമുക്ക് ബോളി ഉണ്ടാക്കുന്നതിന് നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ബോളി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള ബോളിയാണ്. പക്ഷേ ആ വീഡിയോ കണ്ടിട്ട് ട്രിവാൻഡ്രത്തുള്ള ഒരു 2-3 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മിയ ഇട്ടിരുന്ന ആ വീഡിയോ ശരിക്കും ട്രിവാൻഡ്രം സ്റ്റൈലല്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന വീഡിയോ അത് കർണാടക സ്റ്റൈലിലുള്ള ബോളിയായിരുന്നു. ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള ബോളി ചെറുതായിട്ട് ക്രിസ്പി ആയിട്ടിരിക്കും. അത് സാധാരണ കഴിക്കുന്നത് സദ്യകൾക്ക് പായസത്തിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ നമുക്കിന്ന് ട്രഡീഷണൽ ആയിട്ട് ട്രിവാൻഡ്രം സൈഡിലുള്ള ബോളി ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. അപ്പൊ അതിലേക്ക് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കടലപ്പരിപ്പാണ് വേണ്ടത്. കടലപ്പരിപ്പ് ഏറ്റവും ആദ്യം കുക്കറിൽ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് ഉടച്ചിട്ടെടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പഞ്ചസാര കൂടി ചേർത്തിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് നല്ല തിക്ക് പേസ്റ്റ് ആക്കി ഇട്ടെടുക്കും. പിന്നെ വേണ്ടത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും പിന്നെ ബോളിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കും. ഇത് കഴിഞ്ഞിട്ട് ഈ കുഴച്ചെടുത്തേക്കണ മാവിന്ന് ഓരോ ചെറിയ ഉരുളിയാക്കിയിട്ട് പതുക്കെ ഒന്ന് പരത്തിയെടുക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ആയിട്ട് ഈ കടലപ്പരിപ്പിന്റെ പേസ്റ്റ് വെക്കും. ഇത് കഴിഞ്ഞിട്ട് ഇത് നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ടെടുക്കും. ഇത് പരത്തിയെടുക്കുന്നതിനും പ്രത്യേകതയുണ്ട്. ഇത് പരത്തിയെടുക്കുമ്പോൾ ഇതിന്റെ മുകളിലേക്ക് അരിപ്പൊടി ഇട്ടിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുന്ന പോലെ പരത്തിയിട്ടെടുക്കണം, നല്ല കനം കുറച്ചിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ബോളി ഞാൻ പരത്തിയെടുത്തത് ഓയില് കയ്യിൽ കുറച്ച് തേച്ചിട്ട് നല്ല കനം കുറച്ചിട്ട് കൈ കൊണ്ടാണ് പരത്തിയെടുത്തത്. അപ്പം അതുകൊണ്ട് ആ ബോളി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അത് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ആ വീഡിയോ അവിടെ ഉണ്ട്, ആ വീഡിയോ ഞാൻ കളഞ്ഞിട്ടില്ല. അതേപോലെ ബോളി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ ട്രിവാൻഡ്രം സ്റ്റൈലിൽ ബോളി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കണം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ ബോളിയാക്കാന്ന്. ബോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കടലപ്പരിപ്പ് വേവിച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. കടലപ്പരിപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് കഴുകിയിട്ടെടുക്കാം. 1 കപ്പ് കടലപ്പരിപ്പ് എടുക്കുമ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കാം. തീ ഓണാക്കാം. ഈ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് വേവിക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആവിക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കടലപ്പരിപ്പ് നമുക്ക് ശരിക്കും വെന്ത് കിട്ടും. കടലപ്പരിപ്പ് വേവുമ്പോഴേക്കും മൈദപ്പൊടി കുഴച്ചിട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അറിയാം, നിങ്ങളുടെ കളറിനനുസരിച്ചിട്ട് ചേർക്കാം. ഇത് ഏറ്റവും ആദ്യം ഇത് 3 കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചിട്ടെടുക്കുക. ഇത് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ അത്രയ്ക്ക് ടൈറ്റായിട്ട് കുഴച്ചെടുക്കരുത്. കുറച്ചും കൂടി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുഴച്ചെടുക്കുമ്പോൾ ഇതേപോലെ കുറച്ച് ലൂസായിട്ട് കുഴച്ചിട്ടെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കുക. നിങ്ങളുടെ കൈ മുട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് വെള്ളം പോലെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ടൈറ്റാക്കിയിട്ട് കുഴച്ചെടുക്കരുത്. ഈ മാവ് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ ഇത് മൂടിയിട്ട് വയ്ക്കാം. കടലപ്പരിപ്പ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് കയ്യിലെടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതിങ്ങനെ നല്ല പേസ്റ്റ് പോലെ ആവണം. ഇനി നിങ്ങൾ ഇത് കുക്കർ തുറന്നു കഴിഞ്ഞിട്ട് ഇതേപോലെ നോക്കുന്ന സമയത്ത് കടലപ്പരിപ്പ് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൂടി വെച്ചിട്ട് ഒന്നും കൂടി വേവിക്കണം. പക്ഷേ കടലപ്പരിപ്പ് വേവാനുള്ള വെള്ളം ഈ പരിപ്പിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ പച്ചവെള്ളം ചേർക്കരുത്. വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ കടലപ്പരിപ്പ് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കണം. ഈ കടലപ്പരിപ്പ് നന്നായിട്ട് ഉടച്ചിട്ടെടുക്കുക. അത് നിങ്ങളിപ്പോൾ 1 കപ്പ് കടലപ്പരിപ്പ് എടുക്കുകയാണെങ്കിൽ അതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കുക. ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിലാണ് 1 കപ്പ് എടുത്തത്. പക്ഷേ നിങ്ങളുടെ അടുത്ത് മെഷർമെൻറ്റ് കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എടുക്കണ ആ കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളം ചേർക്കുക. അപ്പോൾ അത് കറക്റ്റ് പാകത്തിൽ നമുക്ക് വെന്ത് കിട്ടും. പിന്നെ ഒരു വിസിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തീ
ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. തീ അങ്ങനെ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും. പേസ്റ്റ് പോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് തീ ഓണാക്കാം. ഇനി പഞ്ചസാരയും ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതും പതുക്കൊന്ന് വെള്ളം പോലെ ആയിട്ട് ഈ കടലപ്പരിപ്പിൽ നന്നായിട്ട് മിക്സ് ആവും. ഇപ്പോൾ പഞ്ചസാര ചൂടായിട്ട് ഇതിപ്പോൾ കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്നും കൂടി നല്ല തിക്കായിട്ട് വരണം. അപ്പോൾ തിക്കാവണ വരെ ഇത് നിങ്ങൾ നന്നായിട്ട് ഇതേപോലെ തന്നെ ചൂടാക്കിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പഞ്ചസാര ചേർത്ത വഴിക്ക് ഇതിങ്ങനെ ഇതേപോലെ ഇങ്ങനെ വെള്ളം പോലെയാവും. ഇത് പഞ്ചസാരയിലുള്ള വെള്ളം നല്ല തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. തീ നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കുക. ഇനി ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്നും കൂടിയും ഒന്ന് തിക്കായിട്ട് വരും. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് പരിപ്പ് ഇങ്ങനെ മുഴുവനായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ് ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്നും കൂടിയും കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഇനി ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സാധാരണ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ഓരോ ചെറിയ ബോളാക്കിയിട്ട് എടുക്കുക. ഇത് കൈമ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈമ കുറച്ച് ഓയിലും തേച്ച് കൊടുക്കുക. ഇത് കൈ കൊണ്ടൊന്ന് പരത്തിയിട്ടെടുക്കുക. കൈ കൊണ്ട് പരത്തിയെടുക്കുമ്പോഴും കൈമ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ പരത്തിയെടുക്കുക. ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് പരത്തിയിട്ടെടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ മിക്സ് വയ്ക്കുക. ഇതും കുറച്ച് വലിയ ബോളാക്കിയിട്ടെടുക്കുക. നമ്മുടെ കയ്യിൽ വെച്ച് ഉരുട്ടാൻ പറ്റാവുന്ന അത്രയ്ക്കുള്ള ഒരു ബോളാക്കിയിട്ടെടുക്കുക. അത് ആ മൈദപ്പൊടി എടുക്കുന്നതിൻ്റെ ആ സെയിം വലിപ്പത്തിലുള്ള ബോളാക്കിയിട്ട് തന്നെ എടുക്കുക. ഇത്ര വലിപ്പമുള്ള ബോളാക്കിയിട്ടെടുക്കുക. ഇനി ഇത് ഇതിൻ്റെ സെൻറ്ററിൽ വയ്ക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡിൽ നിന്നും ഇതിങ്ങനെ ക്ലോസ് ചെയ്യാം. ആ മൈദപ്പൊടി നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ എടുക്കണം. ഇതേപോലെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇത് നമ്മൾ ചപ്പാത്തിക്ക് പരത്തിയെടുക്കണ പോലെ പരത്തിയിട്ടെടുക്കണം. പിന്നെ അത് പരത്തിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് അരിപ്പൊടി നന്നായിട്ട് വെതറി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ചപ്പാത്തി ഈ പരത്തണ സ്റ്റാൻഡായിരുന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ക്ലോസ് ചെയ്ത ഭാഗം അടിയിലായിട്ട് വരണം. ഇങ്ങനെ വയ്ക്കുക. ഇതിൻ്റെ മുകളിലും കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ആദ്യം ഇത് കൈ കൊണ്ട് നല്ല കനം കുറച്ചിട്ട് ഇങ്ങനെ പരത്തുക. അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി കോല് വെച്ചിട്ട് നല്ല കനം കുറച്ചിട്ട് പരത്തുക. ഇതിങ്ങനെ അടിയിൽ നമ്മൾ അരിപ്പൊടി ഇട്ടേക്കണേനും ഇതിങ്ങനെ അടിയിൽ ഒട്ടിപ്പിടിക്കില്ല. ഇത് ചപ്പാത്തി കോല് വെച്ചിട്ട് നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കുക. ഇപ്പോൾ നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ നമ്മൾ അരിപ്പൊടി ഇട്ടേക്കണേനും ഇത് നമുക്ക് ഒട്ടും ഒട്ടി പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇനി ഇത് ചുട്ടെടുക്കണം. ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എല്ലാവരും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കുക. അല്ലെങ്കിൽ അത് നിങ്ങൾ ഓരോന്നും ഉണ്ടാക്കുമ്പോൾ ഓരോന്ന് അപ്പം തന്നെ ചുട്ടെടുക്കുക. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ ഇത് ചുട്ടെടുക്കാനുള്ള പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിവിടെ ഇരുമ്പിൻ്റെ പാനാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങൾ ദോശക്കല്ലുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കുക.
ഇത് രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് ഇത് നന്നായിട്ട് വേവിച്ചിട്ടിട്ട് ഓരോ സൈഡ് തിരിച്ചിടുമ്പോഴും കുറേശ്ശെ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴായിരിക്കും ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരാം. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ അറിയാണ്ട് തെറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലെണ്ണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുകെണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ തെറ്റി പറഞ്ഞതാണ്. നല്ലെണ്ണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എള്ളിയിൽ നിന്ന് ഉണ്ടാക്കണ എണ്ണയാണ് നല്ലെണ്ണ. ഇതൊരു സൈഡ് പതുക്കൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും തിരിച്ചിടാം. ഓയിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ ഇങ്ങനെ നല്ല കനം കുറഞ്ഞിട്ടിരിക്കണം. അപ്പോഴായിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കുക. ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള ബോളി റെഡി ആയിട്ടുണ്ട്. ഈ ബോളി നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കടലപ്പരിപ്പിൻ്റെ ഫില്ലിംഗ് ഉണ്ട്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. സാധാരണ ട്രിവാൻഡ്രം സൈഡിലേക്കും സദ്യകൾക്ക് പായസത്തിൻ്റെ കൂടിയാണ് കഴിക്കുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള ബോളി റെഡി ആയിട്ടുണ്ട്. ഈ ബോളി ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. സാധാരണ മധുരം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. പക്ഷേ ഈ ബോളി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരെണ്ണെടുത്ത് കഴിച്ചു. ഇപ്പോൾ ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള ബോളിയാണോ കർണാടക സ്റ്റൈലിലുള്ള ബോളിയാണോ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രിവാൻഡ്രക്കാരെ വെട്ടിക്കാൻ വേണ്ടിയിട്ട് കർണാടകക്കാർക്ക് പറ്റില്ല. കാരണം രണ്ട് ബോളി ഉണ്ടാക്കുന്നത് തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമുള്ളൂ എങ്കിൽ പോലും ഈ ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള ബോളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇന്നലെ യൂട്യൂബിൽ എനിക്ക് മെസ്സേജ് അയച്ചു തന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഒരു 4-5 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മിയ ഇതേപോലെയല്ല ശരിക്കും ട്രിവാൻഡ്രം സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ റെസിപ്പിയും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു മിയയ്ക്ക് അറിയാൻ പാടില്ലാത്ത റെസിപ്പി മിയ ഇടരുതെന്ന്. പക്ഷേ അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മിയ ഈ റെസിപ്പി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ എത്രയും വേഗം ഉണ്ടാക്കി ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള ബോളി ഇടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാം.